അപ്പോൾ തൊപ്പി ഇന്നലെ വന്നിട്ട് വീഡിയോ പ്രൂഫ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തൊപ്പിയുടെ സൈഡ് അങ്ങനെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇന്നലെ തൊപ്പി ഇന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച സമയത്ത് എന്നോട് നീ വീഡിയോ ചെയ്തല്ലേ, റാംബോ വീഡിയോ കണ്ടു, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നീ നെഗറ്റീവാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ്, എൻ്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞാൻ തൊപ്പിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തൊപ്പിനെ വിളിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. തൊപ്പിയോടാണെന്നുണ്ടെങ്കിലും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചോദിക്കുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഷമീറും ഈ പറഞ്ഞ മമ്മും കൂടി വന്നിരുന്ന് വീഡിയോ ഇടുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആ വീഡിയോനകത്ത് ജാസിയുടെ ഒരു ക്ലിപ്പ് പോലും വെച്ചിട്ടില്ല, ജാസി ചെയ്ത വീഡിയോ വെച്ചിട്ടില്ല, ജാസിയുടെ പോർഷൻസ് വെച്ചിട്ടില്ല. കാരണം എനിക്കും മുനവറിനും ഒരു വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് അറിയുന്ന കാര്യമാണ് ഈ ഗ്യാങ്ങിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പും ഏറ്റവും വലിയ പോയിസണും ജാസി എന്നുള്ളത്. എനിക്ക് പേഴ്സണലി 1-2 പേര് ഈ ജാസിയുടെ സ്കാമുകൾ അയച്ചു തന്നത് ഞാൻ മുനവറിനോട് കൃത്യമായി പറഞ്ഞിട്ട് അത് തൊപ്പിയിലേക്ക് എത്തിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നു മുതൽ ഞാനും മുനവറിനോട് ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയമാണ് ജാസി ഈ ഒരു എൻറ്റയർ MRC ഗ്യാങ്ങിനെ അല്ലെങ്കിൽ തൊപ്പിയെ കുത്തിയിട്ട് വെച്ചിട്ട് പോകുന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൊപ്പി ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റൂ, ബിക്കോസ് ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. കാരണം വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് യൂട്യൂബ് റവന്യൂ മാത്രമല്ല, മറ്റേ ആ സ്കാനർ ഇട്ട് പൈസ വാങ്ങുന്ന പരിപാടി അടക്കം, സൂപ്പർ ചാറ്റ് അടക്കം എല്ലാ രീതിയിലും റെസ്പോൺസിബിളാണ് വ്യൂവേഴ്സിൻ്റെ അടുത്ത് തൊപ്പിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുക എന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അതാ പറഞ്ഞത്. തൊപ്പി തന്നെ പക്ഷേ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, നീ മാറ്റി പറയേണ്ടി വരും. ഞാൻ എന്ത് മാറ്റി പറയാൻ? ഒരു മാറ്റിപ്പറച്ചിലുമില്ല മോനെ. തൊപ്പിയാണെന്നുണ്ടെങ്കിലും ഇനി വേറെ ആരാണെന്നുണ്ടെങ്കിലും ഇട്ട വീഡിയോ അവിടെ തന്നെ കിടക്കും, മാറ്റി പറയാനില്ല, ചോദിക്കാനുള്ള ചോദ്യങ്ങളും ചോദിക്കും. എനിക്ക് പേഴ്സണലി കൺവിൻസ്ഡ് ആയ സപ്പോർട്ട് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. പിന്നെ തൊപ്പിയുടെ കുറേ എഡിറ്റ് ടീമുകളുണ്ട് ഇതിനകത്ത്. അവന്മാർ ഇതിൻ്റെ വാലും പിടിച്ച് ഏജൻറ്റിനെ തുലയ്ക്കാന്നൊക്കെ പറഞ്ഞ് കുറേ മീമും ട്രോളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആനമയിൽ ഒട്ടകമെന്ന് എനിക്ക് പറയുള്ളൂ. തൊപ്പി എത്ര ഹെയ്റ്റ് കണ്ടിട്ടുണ്ടോ, അതിനേക്കാൾ വലിയ ഹെയ്റ്റ് ഇതിൻ്റെ അകത്തിരുന്ന് കണ്ടതും കിട്ടിയതൊക്കെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തൊപ്പിക്ക് പിന്നെ ബ്രേക്കെങ്കിലും ഉണ്ട്, എനിക്ക് എയർ പോണിന് ബ്രേക്ക് പോലും ഇല്ല. അതുകൊണ്ട് അതവിടെ വെച്ചാൽ മതി കയ്യിൽ. അതൊക്കെ എൻ്റെ ഒരു പ്രൊമോഷൻ, ഫ്രീ പ്രൊമോഷനായിട്ട് ഞാൻ എടുത്തിട്ട് ആ വഴിക്കാണ്ട് വിടും. ഓക്കെ. അതുകൊണ്ട് തൊപ്പീൻ്റെ പൂച്ചാണ്ടികൾ ആ വഴിക്ക് അത് വാലായിട്ട് വരുന്നവർ അങ്ങനെ വെച്ചിട്ട് നടന്നാൽ മതി. അതിലൊന്നും ഉരുക്കി പോണ ഒരാളല്ലേ ഞാൻ. ഇനി തൊപ്പിയുടെ ഇന്നലത്തെ വീഡിയോനകത്ത് ഷമീറും മമ്മും വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞത്, ഷമീറിൻ്റെ പെങ്ങളെ കല്യാണത്തിൻ്റെ വിഷയം സാലറിയുടെ പ്രശ്നം, മമ്മു പറഞ്ഞത് മമ്മുയുടെ വീടിൻ്റെ പ്രശ്നം, എഗെയിൻ സാലറിയുടെ വിഷയം. തൊപ്പി വീഡിയോനകത്ത് കാണിച്ചത് എന്താ? എന്താ വീഡിയോനകത്ത് കാണിച്ചേ? ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നു, എനിക്കതൊരു ലൈക്ക് സ്വന്തം കുഴി തോണ്ടുക എന്ന് പറയില്ല തൊപ്പി, അതുപോലത്തെ ഒരു ഐറ്റം പോലെ എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഈ പറയുന്നത് മേ ബി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏജൻറ്റ് പറഞ്ഞത് കറക്റ്റായിരുന്നു എന്ന് തോന്നും. ഞാൻ പറഞ്ഞ പല സാധനങ്ങളും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചോ. സ്വന്തം കുഴി തോണ്ടലാണോ എന്ന് വരെ എനിക്കതൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് തൊപ്പിയിട്ട വീഡിയോയിലേക്ക് പോയി നോക്കാം. എന്നിട്ട് 1 by 1 ആയിട്ട് കാര്യങ്ങൾ പറയാം. തൊപ്പിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പലതിനും തൊപ്പി ഇതിനകത്ത് ക്ലിയർ കട്ട് ആൻസർ വെച്ചിട്ടില്ല. പക്ഷേ വേറെ പല സാധനങ്ങളും, അതായത് തൊപ്പിയെ എക്സ്പോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ചെയ്തവരെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വന്ന് എക്സ്പോസ് ചെയ്തിട്ടിട്ട് പോയി. അതാണ് അതിൻ്റെ റിയാലിറ്റി ഉണ്ടായത്. പക്ഷേ അത് എക്സ്പോസ് ആയി എന്ന് പറഞ്ഞത് എന്താ? മൊത്തം ഗ്യാങ് എക്സ്പോസ് ആയി. മൊത്തം ഗ്യാങ് എക്സ്പോസ് ആവുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ അർത്ഥം? ദെയർ ആർ ലോട്ട് ടു കം. ഇതൊരു എൻഡല്ല. ഇന്നത്തെ തൊപ്പിയുടെ ലൈവ് ഒരു എൻഡായിട്ട് ആരും കാണണ്ട. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ് എന്നാണ്. തൊപ്പിയുടെ കയ്യിൽ ഇത്രയും വോയിസും റെക്കോർഡും സാധനങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ടീം ഇതിടുന്നതിന് മുമ്പ് ഷമീറും ബാക്കി ടീമും അവരിൽ ഇനി എന്തൊക്കെ കാണും തൊപ്പീൻ്റെ? ഇതിനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറുവട്ടിക്കുകയായിരിക്കും. ആൻഡ് ഇവിടുത്തെ രമേശ് ചെന്നിത്തല, നമ്മുടെ റെസ്പെക്റ്റഡ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടാണ് പറയാനുള്ളത്, തൂഫാൻ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്, ഇവന്മാരെയൊക്കെ പിടിച്ചിട്ട് ആത്തണം, എല്ലാത്തിനെയും പിടിച്ച് നടത്തണം. എല്ലാം ഈ പറഞ്ഞ ലഹരിയുടെ ടീംസാണ്. ഇന്നലെ തൊപ്പി തന്നെ വന്നിട്ട് ആ ലഹരിയുടെ സാധനങ്ങൾ എക്സ്പോസ് ചെയ്യുന്നു അല്ലേ? ഒക്കെ പറയാനുണ്ട്, കുറേ സാധനങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഇൻസ്റ്റ അടിച്ചു കളഞ്ഞു. ഓക്കെ. ഷമീറിൻ്റെ ഒരു ഇൻസ്റ്റാ ബാൻ അൺബാൻ കമ്പനി ഉണ്ട്, അത് വെച്ചിട്ട് എൻ്റെ ഇൻസ്റ്റ അടിച്ചു കളഞ്ഞു. 3 മാസം മുന്നേ ഗ്യാങ് ഇവിടുന്ന് പിരിയുന്നതിൻ്റെ അതേ ദിവസം ഇതേപോലെ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 2 ദിവസം. അന്ന് യാസിർ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ എല്ലാം പണിയെടുക്കുന്ന ഒരു ചെക്കനാണ് എനിക്ക് തിരിച്ചെടുത്ത് തന്നെ. പക്ഷെ ഇത്തവണ സസ്പെൻഡായിട്ട് തിരിച്ചെടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല. ഓക്കെ. കിട്ടുമായിരിക്കും, എനിക്കറിയില്ല, ചിലപ്പം കിട്ടൂല, ചിലപ്പോൾ കിട്ടും. പക്ഷെ അതൊന്നും ഇവിടെ മാറ്ററല്ല. ഇവിടെ മാറ്ററായിട്ടുള്ള കാര്യം ട്രൂത്ത്, അത് ആൾക്കാർ അറിയണം.
തൊപ്പിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയതൊരു സീൻ തന്നെയായിരുന്നു ഈ ടൈമിൽ. കാരണം തൊപ്പി ഒളിച്ചോടി, തൊപ്പി പേടിച്ചു പോയി, തൊപ്പി അക്കൗണ്ട് പൂട്ടിപ്പോയി. ആ രീതിയിലുള്ളൊരു സ്കീമിലേക്ക് ആദ്യം ഇവരുടെ വീഡിയോ, ഷമീറുടെയൊക്കെ വീഡിയോ വന്നപ്പോൾ ഈ സാധനങ്ങൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊപ്പിക്ക് ഇത് സോളിഡ് പ്രൂഫായിട്ട്, അതായത് സോളിഡ് പ്രൂഫ്, ഇപ്പോൾ തൊപ്പി ഈ ഒരു വീഡിയോനകത്ത് വേറെ വ്യക്തിയെ വിളിക്കുന്നുണ്ട്, സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, ഇത് ഷമീറിൻ്റെ ടീം തന്നെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ എക്സാക്റ്റ് സോളിഡ് പ്രൂഫ് വെച്ചിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, ഇതിന് മുമ്പ് ചെയ്തതെന്ന് ഷമീറാന്നുള്ളത് തെളിയിക്കാൻ പറ്റിയാൽ എഗെയിൻ ദാറ്റ്സ് എ ബെറ്റർ ക്ലാരിറ്റി. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം പോയതൊരു കോയിൻസിഡൻസ് ആയിട്ട് തൊപ്പിയുടെ ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അടിച്ചു കളഞ്ഞതായിരിക്കാനുള്ള ചാൻസസ് ആർ ഹൈ. എന്തായാലും ഈ ലൈവ് തീരുമ്പോഴേക്ക് ഈ എല്ലും ഇതെല്ലാം മാറും. ഓക്കെ, എല്ലാം മാറും. എല്ലാ സാധനവും ഇത് മൊത്തം മറിച്ചിടാൻ പോയെന്ന്. ഓക്കെ, പ്ലേറ്റ് മൊത്തം മറിയും, മനസ്സിലായോ? പക്ഷെ ഞാൻ എൻ്റെ ഭാഗം, എൻ്റെ സൈഡ് പറയുന്നതിന് മുന്നേ ഞാൻ നിരപരാധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ വിശ്വസിക്കും? എൻ്റെ സൈഡ് കേൾക്കാണ്ട് ഞാൻ ഒരക്ഷരം ഇപ്പം വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഞാൻ അവരെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറയാണ്ട് ഞാൻ പറയാം ഞാൻ നിരപരാധിയാന്ന്. എത്ര ആൾക്കാർ വിശ്വസിക്കും? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറും, എല്ലാ കഥ മൊത്തം മാറും. ഓക്കെ, അത്രയും പ്രൂഫുകളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ ഒരക്ഷരം മിണ്ടാണ്ട് ഞാൻ ചോദിക്കുക, ഞാൻ ഒരു പ്രൂഫ് ഇവിടെ വെക്കുന്നില്ല, ഒന്നും ഇതാക്കാണ്ട് ചുമ്മാ ഞാൻ ഇരുന്ന് ചോദിക്കുക, എത്ര ആൾക്കാർ ഞാൻ നിരപരാധിയാന്ന് വിശ്വസിക്കുന്നുണ്ട്? പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ മനുഷ്യന്മാർ. 3 മാസം മുമ്പ് എനിക്ക് മനസ്സിലായ കാര്യം. 3 മാസം മുമ്പ് ഞാൻ ഒരക്ഷരം ഒരാളോട് പറയാണ്ട് 3 മാസമായിട്ട് ഈ പെയിൻ ഉള്ളിൽ കൊണ്ട് ഞാൻ ജീവിക്കുക. ഞാൻ ഇത് എത്ര സമയം ലൈവ് ചെയ്യുമെന്ന് അറിയില്ല. 2 മണിക്കൂർ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 മണിക്കൂറിൽ ഓരോ സെൻറ്റൻസിനും ഞാൻ പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിക്കും. ഓക്കെ, ഓൻ ആ 2 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് ഒരൊറ്റ സാധനം കാണിച്ചത്, ഓൻ്റെ ആഡ്സെൻസോ ഇങ്ങനെ എന്തോ ആക്കിയിട്ട് എന്തോ ഒരു കാണിച്ചിട്ട് ഇങ്ങനെ, നോ ബ്രോ, സോളിഡ് പ്രൂഫ്, എല്ലാം കറക്റ്റ് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ ഇത് സ്റ്റാർട്ടായി, എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തൊപ്പി ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഒരു പ്രൂഫും വെക്കാതെ എത്ര പേര് വിശ്വസിക്കണം? അങ്ങനെ ആരും എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. വ്യൂവേഴ്സിന് അതാണല്ലോ പണി. ഇപ്പോൾ വന്നിരുന്നിട്ട് ഇയാൾ പറയുന്നത് വിശ്വസിക്കാൻ പോക്ക്, അതെങ്ങനെ വിശ്വസിക്കും തൊപ്പി? ഓൾറെഡി സ്ക്രിപ്റ്റഡ് കണ്ടൻസ് ആണ് ചെയ്യുന്നത് അല്ലേ? പലവട്ടം സ്ക്രിപ്റ്റ് പൊട്ടിയിട്ടുണ്ട്, പലവട്ടം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ വന്നിരുന്നിട്ട് ഇത് ചോദിക്കാം. ആരോട്? എൻ്റെ ഒപ്പമുള്ളവരോട് ചോദിക്കാം, ഈ പറഞ്ഞ മുനുവിനോട് ചോദിക്കാം, അല്ലെങ്കിൽ റാംബോനോട് ചോദിക്കാം, അങ്ങനെയുള്ളവരോട് ചോദിക്കാം. കാരണം പിന്നിന്ന് വെച്ചതോ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തതോ ആരാ? ഈ മുനുവിനെയും റാംബോനെയും പോലെ നീ പ്രൊമോട്ട് ചെയ്ത ഈ മമ്മും ഷമീറും ആദിലും ജാസിയൊക്കെയാണ് അല്ലേ? നീ മറ്റേ കസിനാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഇങ്ങനെയൊക്കെ എടുത്ത് കാണിച്ച ആൾക്കാർ തന്നെയാണ് നിന്നെ എക്സ്പോസ് ചെയ്ത് വിട്ടുപോയത്. പിന്നെ നാട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നീ വന്നിരുന്നിട്ട് ഒരു പ്രൂഫും വെക്കാതെ ഞാൻ വന്നിരുന്നത് എത്ര പേര് പറയുന്നു നിങ്ങൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെയൊന്നും ഇല്ല, അത്ര ക്രെഡിബിലിറ്റി ഇല്ല തൊപ്പിക്ക്. അതാദ്യം മനസ്സിലായോ? നിഹാദോ തൊപ്പി എന്ന് പറഞ്ഞ ആൾക്ക് ഈ ഒരു വീഡിയോ കൂടി കഴിഞ്ഞതോട് കൂടിയിട്ട് ആ എൻറ്റയർ ഗ്യാങ്ങിൻ്റെ ക്രെഡിബിലിറ്റി പോയി കിട്ടി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു ഇറലവൻസ് ആണ്. പ്രൂഫ് ഉണ്ടോ വെച്ചിട്ട് പോയിക്കോ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ മുകളിൽ ഇനി വേറെ സീനുകളൊന്നുമില്ല. ഇനിയും 3000 സംതിങ് പ്രൂഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഒറ്റ ഫോണിൽ നിന്നാണ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നിയത്. ഇന്നലത്തെ ലൈവ് കണ്ടപ്പോൾ മനസ്സിലായത് ജാസിയുടെ ഒരൊറ്റാളെ ഫോൺ. ഞാൻ എഗെയിൻ പറയുന്നു, എനിക്ക് ജാസി വർക്കല്ല, ആദ്യം മുതലേ വർക്കല്ല. ഞാൻ ഇതിനു മുമ്പും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, MRC വീഡിയോസ് ചെയ്യുമ്പോൾ ജാസി എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ കിങ് പിങ് എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ഷമീറിനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയോ മാനിപ്പുലേറ്റ് ചെയ്തതും അവിടെ ഇരുന്ന് നാരദം കളി കളിച്ചതും ജാസി ആയിരിക്കും, ജാസി ആവും. അതാണ് എൻ്റെ ഒരു കോൾ. ഓക്കെ, അപ്പോൾ പ്രൂഫില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ തൊപ്പീനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പ്രൂഫ് വെച്ചെന്നെ സംസാരിക്കുന്നത് ബെറ്റർ. ഇത് ഭയങ്കര ഡാർക്കാണ്. ഇതിൻ്റെ പേരിൽ തന്നെ ആരൊക്കെ നിനക്കറിയില്ല. ഞാൻ ഒരു ഉറപ്പ് പറയും, ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. അല്ലെങ്കിൽ ഇത് തീരുന്നതോടുകൂടി തീരുമാനമാവടാ, ഈ ലൈവ് തീരുന്നതോടുകൂടി കാര്യങ്ങൾ തീരുമാനം. ഞാൻ അത്രയും കോൺഫിഡൻസിൽ ഇതിരുന്ന് പറയണമെങ്കിൽ ആലോചിച്ചോ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഈ ഒരു വിഷയത്തിൽ, അതായത് അവർ വന്നൊരു ഫിനാൻഷ്യലി ഒന്നും കൊടുത്തില്ല. ഫുഡിൻ്റെ ഒരു കേസ്, മമ്മൂനെ ചവിട്ടിയതും മമ്മൂൻ്റെ വീടും, ഷമീറിൻ്റെ ഫിനാൻഷ്യൽ സീനും, പെങ്ങളെ കെട്ടിച്ചതും, ഇത് പറയുന്നതിലേക്ക് അതിൻ്റെ ക്ലാരിറ്റി കൊടുത്തിട്ട് പോവാന്നുള്ളത്
ദാറ്റ് വിൽ ബി ലൈക്ക് എന്താ പറയുക, അതായിരുന്നു ഒരു ഗുഡ് വേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം നീ വെച്ച സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, അത് നീ വെച്ച സാധനങ്ങൾ നേരെ നിനക്കെതിരെ തന്നെ തിരിയാൻ കപ്പാസിറ്റി ഉള്ള സാധനങ്ങൾ, അങ്ങനെ അവർക്ക് പറയാം. മനസ്സിലായോ? പിന്നെ നിൻ്റെ കയ്യിലുള്ള പോലെ തന്നെ എന്തെങ്കിലും അറ്റവും മൂല്യം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതും പോവും. ഓക്കെ, ഇത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് മേ ബി തൊപ്പിക്ക് കണക്റ്റ് ആവും, ചിലപ്പോൾ തൊപ്പിയുടെ ഒപ്പമുള്ളവർക്കും കണക്റ്റ് ആവും, നാട്ടുകാർക്ക് കണക്റ്റ് ആവണമെന്നില്ല. എന്തായാലും എൻ്റെ വീഡിയോ തൊപ്പി കണ്ടില്ലെങ്കിലും റാമ്പോ എങ്കിലും അറ്റ്ലീസ്റ്റ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ അവർക്ക് കണക്റ്റ് ആയാൽ മതി. അത് ഞാൻ എഗെയിൻ ഞാൻ പറയുന്നു, ഇപ്പം ഈ ചെയ്ത പരിപാടി, അതായത് അവർ ചാവണി ചത്തോട്ടെ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇവന്മാരെ മറ്റേത് അടക്കെടുത്ത് പുറത്തിടുന്നു പറയുമ്പോൾ ഒരു ക്രൈം അവിടെ നടക്കുമ്പോൾ ആ ക്രൈമിന് കൂട്ട് നിന്നൊരു വ്യക്തി, മിണ്ടാതിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിന്നെ പറയില്ലേ? ഇപ്പം ഇങ്ങനത്തെ ഒരു വിഷയവും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ക്രൈം ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കില്ലേ? 18 വയസ്സാകാത്ത ഒരു പയ്യനും കൂടി ആ വീട്ടിലില്ലേ? ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈം പുറത്ത് പറയാതിരിക്കുന്നതും ക്രൈമിനെ മൂടി വയ്ക്കുന്നതും ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതിലും വലിയ ക്രൈമാണ് അല്ലേ? ഇപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണല്ലോ അത് പുറത്ത് വന്നില്ല, എന്നുണ്ടെങ്കിൽ പുറത്ത് വരൂ, ഇതിങ്ങനെ പോവില്ലേ? തൊപ്പി ഫയൽസ്, MRC ഫയൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല അങ്ങനത്തെ സാധനങ്ങളാണല്ലോ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ഈ എക്സ്പോസ് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോണ്ടല്ലോ, മേക്ക് ഷുവർ എല്ലാ സൈഡും സോളിഡ് ആണെന്നുള്ളത്. 3500+ സോളിഡ് പ്രൂഫുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ 3182 ഓഡിയോസാണ്, കോൾ റെക്കോർഡിങ്സും അല്ലാത്ത വാട്സപ്പ് ഓഡിയോസും അതും ഇതൊക്കെ ആയിട്ട്. ബാക്കി ഒരുപാട് വീഡിയോസ്, കുറേ സ്ക്രീൻഷോട്ട്സ്, പിന്നെ ബാക്കി ലൈവ് പ്രൂഫായിട്ടും കാണിക്കാൻ പറ്റും. അത്രയും സാധനങ്ങളുണ്ട്. അതൊരിക്കലും ഈ 1-2 മണിക്കൂറിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പേരിട്ടുള്ളത് അതിന് MRC ഫയൽസ്, അതല്ലേ കറക്റ്റ് സാധനം, അതാണ് MRC ഫയൽസ് ആണ് ഇതിന് പറ്റിയ പേര്. അല്ലാതെ എന്തെന്നാ അത്? ഇതൊക്കെ ഒരാളുടെ ഫോണിൽ നിന്ന്, ഒരൊറ്റ ഫോണിൽ നിന്ന് ഈ 3000 എന്ന് പറയുമ്പോൾ ബാക്കി ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫോണിൽ എന്തൊക്കെ ഉണ്ടാവും? പ്ലാനിങ്, പ്ലോട്ടിങ്, എക്സിക്യൂഷൻ, എന്തുവാണ് ഇത്? ഇൻസ്റ്റാ ബാൻ പ്രൂഫ് ഷോ, ഓക്കെ അങ്ങനെ തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ പ്രൂഫ്. പക്ഷെ അങ്ങനെ തുടങ്ങല്ല, എടാ ബോംബ് ഇട്ടിട്ടല്ലേ തുടങ്ങേണ്ടത്. ഇത് മെയിനായിട്ട് വലിയതിൽ തുടങ്ങണം, അത് ചെറുതിൽ തുടങ്ങണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെ തുടങ്ങും? ഇൻസ്റ്റാ ബാനിൻ്റെ പ്രൂഫ് തന്നെ കാണിക്കും. ആദ്യം എനിക്ക് വന്നത് ഇതാണ്, ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരിത് വന്നു. ഓക്കെ, വി ലോക്ക് യുവർ അക്കൗണ്ട്, പ്രൊട്ടക്ട് ഫ്രം പോസിബിൾ ഹാക്ക് ടു റിക്കവർ അക്കൗണ്ട്, സെറ്റ് എ ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സാധനം വന്നു. അതായത് ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റ ഇത് തന്നു. ഞാൻ പുതിയ പാസ്വേഡ് ഇട്ടു, സെറ്റ് ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ വി സസ്പെൻഡ് യുവർ അക്കൗണ്ട്, ഈ ഒരു സാധനം വന്നു. ഓക്കെ, ഞാൻ അപ്പീൽ കൊടുത്തു. അതിന് എപ്പോൾ അപ്പീൽ ഇതാവുന്നോ ഒന്നും എനിക്കറിയില്ല. ഷമീറിൻ്റെ ഇൻസ്റ്റാ ബാൻ എന്നുള്ള കമ്പനി ഇതിന് മുന്നേ എൻ്റെ എപ്പോൾ ആയതറിയോ? ഇതിന് മുന്നേ കൃത്യ ഡേറ്റ് നിങ്ങൾ ആലോചിക്കണം. ഇതിന് മുന്നേ ഇതേ സംഭവമല്ല, എൻ്റെ അക്കൗണ്ട് അണേബിൾ ടു ലോഗിൻ എന്ന് പറഞ്ഞൊരു സാധനമായിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതായത് 3 മാസം മുമ്പ് ഗ്യാങ് ഇവിടുന്ന് അടിച്ച് പിരിയുന്ന ദിവസം. അതിന് ശേഷം ഇതാവുന്നത് ഇവന്മാർ ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം. ഓക്കെ, ഈ ഇൻസ്റ്റ അടിച്ചു പോയി, ഇൻസ്റ്റ സസ്പെൻഡ് ആയി എന്ന് കാണിക്കുന്ന ഈ സ്ക്രീൻഷോട്ട്സിനകത്ത് ഇപ്പോൾ അത്യാവശ്യം മെറ്റ ആൻഡ് യൂട്യൂബൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക്, ഇപ്പോൾ എനിക്ക് സംശയമുള്ള ആളെ എന്ത് ചെയ്യാം, പോയിൻ്റ് ഔട്ട് ചെയ്യാം. അങ്ങനെ കാണിക്കാൻ പറ്റുന്ന, അതായത് സസ്പെൻഡായി ആ ഒരു റീസൺ, അതായത് ആരോ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു അക്കൗണ്ടിൻ്റെ അകത്തേക്ക്, നമ്മളല്ലാതെ മലീഷ്യസ് ആക്ടിവിറ്റി. പക്ഷേ അതൊരു ഒരാളാണ് അല്ലെങ്കിൽ ഒരു ടീമാണെന്ന് തന്നെ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തൊപ്പിക്ക് പറയാം അത് ഇവൻ്റെ ഗ്യാങ്ങാന്ന് പറഞ്ഞിട്ട് അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇത് ഇവൻ്റെ ഗ്യാങ് ആണെന്ന് തന്നെ ഉറപ്പ് വരുത്തണ്ടേ? നേരത്തെ പറഞ്ഞത് സോളിഡ് പ്രൂഫ് എന്നാണ്, ഇതിനൊരു സോളിഡ് പ്രൂഫ് വെക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അതായിരിക്കും ഒരു ഗുഡ് സൈഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് പോയതിൻ്റെ പ്രൂഫുകൾ വെച്ചതിൽ ഓക്കെ, പോയത് സസ്പെൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എങ്ങനെ സസ്പെൻഡായി, ഏത് രീതിക്ക് സസ്പെൻഡായി, ആരെ ഹാക്ക് ചെയ്യാൻ നോക്കി, ഈ ഷമീറിൻ്റെ ടീം തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇതിനകത്തില്ലേ. പക്ഷേ അത് പോയിൻ്റ് ഔട്ട് ചെയ്യാം, ഈ ടൈമിൽ അവനായിരിക്കും. കാരണം തൊപ്പി ഹോസ്പിറ്റലിൽ സർജറി കഴിയുന്നു, റിക്കവറി സ്റ്റേജിലേക്ക് വരുന്നു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ തൊപ്പിക്ക് ഇൻസ്റ്റാഗ്രാം വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. കമോൺ, ഇൻസ്റ്റാഗ്രാം എത്ര ഉപയോഗിക്കുന്ന ആളാണ് തൊപ്പി? എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഫോളോവേഴ്സ് ഉണ്ടായിട്ട് പോലും ഇൻസ്റ്റാഗ്രാം പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് തൊപ്പി. ആകെ ഈ ലൈവ് വരുന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റിന് സ്റ്റോറി ഇടും, പിന്നെ ഏതെങ്കിലും കൊളാബറേഷനോ ഗീവ് അവേ ഇട്ടിട്ട് പോകും. അല്ലാതെ എന്താ തൊപ്പി അതിനകത്തുള്ളൂ? അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പോയതുകൊണ്ട് തൊപ്പിക്ക് ഭയങ്കര നോ ഐ ഡോണ്ട് തിങ്ക് സോ. തൊപ്പിയുടെ സീന് സ്ട്രീമിംഗ് ആണ്.
ഇൻസ്റ്റാഗ്രാം സ്ട്രീം കളഞ്ഞിട്ട് എന്തോ എനിക്ക് ഈ സാധനം വർക്കല്ല. ഇത് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ സാധനം വർക്കല്ല. അതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയാലേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. മമ്മൂൻ്റെ കയ്യിൽ തുടങ്ങാം. ഓക്കെ, മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാനിവന് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടായാലും ചെയ്തു കൊടുത്തിട്ടായാലും എത്രയോ പൈസ, എല്ലാത്തിൻ്റെയും പ്രൂഫ് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ നോക്കണ്ട, ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കായാലും എനിക്ക് ഒരു കുഴപ്പമില്ല മോനേതാ. മുഹമ്മദ് കെ മമ്മൂൻ്റെ അക്കൗണ്ടായത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അറിഞ്ഞു നിൽക്കണേ. ഇതോ കണ്ടോ. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ മമ്മൂൻ്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറയാം. ഒറിജിനൽ, അതായത് ഇത് ഐഫോണാണ്. ഐഫോണിൻ്റെ ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഓക്കെ, ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഇത് ഫുള്ള് കാണിച്ച് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. ഇതാ മമ്മൂൻ്റെ അക്കൗണ്ടാണ്. ഇത് ഫേക്ക് ആണെങ്കിൽ മമ്മൂൻ്റെ അത് കാണിച്ചാൽ ഇതാവുമല്ലോ. മമ്മൂൻ്റെ ഫോണ് തുറന്നിട്ട് ഇത് കാണിക്കട്ടെ. ഓക്കെ, ഇതാ മമ്മൂൻ്റെ അക്കൗണ്ട്. ഈ നമ്പർ മമ്മൂൻ്റെ അല്ലാന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇതിന് മുന്നേ ഉള്ള എൻ്റെ വേറെ നമ്പർ ഉണ്ട്, എൻ്റെ ലീക്കായ നമ്പർ. ചില ആൾക്കാർക്ക് അറിയായിരിക്കും. ആ നമ്പറിലുള്ള ഗൂഗിൾ പേയിലും ഉണ്ടാവും. ഓക്കെ, ഇവർക്ക് പൈസക്ക് ആവശ്യം വരില്ല, മനസ്സിലായോ? സാലറി പോയിട്ട് എന്ത് സാലറിനേക്കാളും എത്ര ഇരട്ടിയാ ഇവർ കിട്ടുന്നതെന്നറിയോ? കയ്യിൽ ക്യാഷ് ആയിട്ടും ഈ ഗൂഗിൾ പേ ആയിട്ടും. ഓക്കെ, അപ്പോൾ ഇത് തൊപ്പി മമ്മൂന് കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞതൊരു കൗണ്ടറാണ്. ശരിയാണ്, ഗൂഗിൾ പേയിൽ കുറേ പൈസ അയച്ചതിൻ്റെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഇന്നലെ മമ്മു പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 10,000 20,000 ഇട്ടാൽ അതിനകത്തുനിന്ന് ഫുഡ് മേടിക്കേണ്ടി വരും, വണ്ടി എണ്ണ അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിഹാദ് പറയുന്ന സാധനങ്ങൾ മേടിക്കേണ്ടി വരും. മനസ്സിലായോ? ഇത് കംപ്ലീറ്റ്ലി 20,000 എന്നാൽ മമ്മു കൊണ്ടേക്കോ, 50 മമ്മു കൊണ്ടേക്കോ, 1000 മമ്മു കൊണ്ടേക്കോ, 2000 മമ്മു കൊണ്ടേക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൊപ്പി പറയുന്നത് റൈറ്റാണ്. അതല്ല ഈ ഇട്ട പൈസയിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങളും കൂടി നടക്കണം, അല്ലെങ്കിൽ തൊപ്പിയുടെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ, അങ്ങനെ അവൻ്റെ ഇൻഡിവിജ്വൽ ആവശ്യത്തിനല്ലാതെ ഗ്യാങ്ങിൻ്റെയും തൊപ്പീൻ്റെയും കൂടി ആവശ്യത്തിനും കൂടി ആയിട്ടുള്ള പൈസയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തോ എന്നുള്ള സ്കീമാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സാലറി ആയിട്ട് കൂട്ടും? പിന്നെ സാലറി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ തൊപ്പി ഇന്നലെ സംസാരിച്ചതിൽ അതൊരു എന്താക്കി മാറ്റി, സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റി. നാട്ടുകാർ കാണുന്നവർക്ക് ഇത് സ്ക്രിപ്റ്റാണോ തൊപ്പി? അല്ലല്ലോ. നാട്ടുകാർ മുന്നിൽ എന്താവെന്ന് പറഞ്ഞേ, മമ്മൂനൊരു സാലറി, ഷമീറിനൊരു സാലറി, ജാസിക്കൊരു സാലറി. ഇത് കണ്ടിട്ടല്ലേ കുറേ എണ്ണം ഇവിടുന്ന് പ്ലക്കാർഡും പിടിച്ചിട്ട് തൊപ്പീൻ്റെ അടുത്ത് ഓഡീഷന് വന്നിരുന്നത് MRC ഗ്യാങ് കയറാൻ വേണ്ടിയിട്ട്. സാലറി കിട്ടി ലൈഫ് സെറ്റിലാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് ഇട്ട് മുമ്പിച്ച സമയത്ത് ഇത് വിചാരിച്ചില്ലേ നാട്ടുകാർ മുന്നിലേക്ക് ഈ സാധനം വരുമ്പോൾ ഇവന്മാർ പിന്നെന്ന് കുത്തുന്ന ഒരു സമയത്ത് തന്നെ ഇത് ബാക്ക് ഫയർ ആവും എന്നുള്ളത്. ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. ഓക്കെ, സ്ക്രിപ്റ്റിനുള്ള വള്ളി കിട്ടുന്നുണ്ടല്ലോ. സ്ക്രിപ്റ്റ് ആരിട്ടാലും വള്ളിയാവും, സ്ക്രിപ്റ്റ് ആരിട്ടാലും അത് സീനാണ്. മനസ്സിലായോ? ഒരു പരിധി വരെയൊക്കെ ഇടാം. പക്ഷേ ഇതൊരു പരിധിക്ക് അപ്പുറം പോയ സ്ക്രിപ്റ്റുകളാണ് ഈ പൊളിഞ്ഞു വീഴുന്നത്. ഓക്കെ, അപ്പോൾ മമ്മൂന് കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ഗൂഗിൾ പേൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, സ്ക്രീൻ റെക്കോർഡിങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി അക്കൗണ്ടുകളിലും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. കുറേ അക്കൗണ്ടുകളും കുറേ ഗൂഗിൾ പേ ഉള്ള ഒരാളാണെന്നാണല്ലോ പറയുന്നത്. ബാക്കിയുള്ള കൂടിയും കാണിച്ച് ഇത് തിരിച്ചിങ്ങോട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല ഗ്യാങ് ഹൗസിലേക്ക് അല്ലെങ്കിൽ തൊപ്പിക്ക് വേണ്ടിയിട്ട് മമ്മു എന്നുള്ളതും കൂടി ഉറപ്പ് വരുത്തണം. അതൊരു സൈഡുണ്ട്. കാരണം മമ്മുവിനെ ക്ലെയിം അതാണ്. പിന്നെ സാലറി ഇല്ല, സാലറി ആയിട്ട് കൊടുത്തു എന്നുള്ളത് തൊപ്പിയും പറയുന്നുമില്ല. ഓക്കെ, സാലറി ഇല്ല, ഇതൊക്കെ കിട്ടിയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. നോട്ട് ദാറ്റ്. എടാ, ഞാൻ എടുത്ത ആൾക്കാർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇവരൊരിക്കലും ചതിക്കൂല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. ഷമീർ ഇന്നലെ ഒരു വെറും തന്തയില്ലായ്മ ഇന്നലെ കാണിച്ചത്. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതെല്ലാം അതിലേക്ക് ഇതാക്കേണ്ടത്. ഓൻ അറിയാത്ത പോലെ ഫോണ് പെട്ടെന്ന് ഇതായിട്ട് ഗാലറിയിൽ നിന്ന് ഏതോ ഫോട്ടോ അറിയാണ്ട് കണ്ട പോലെ, അയ്യോ അറിയാണ്ട് കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഓൾ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചേക്കാം. എന്തിൻ്റെ ആവശ്യമുണ്ട്? അതിൻ്റെ എന്താ ആവശ്യമുള്ളത്? അല്ല, അത് ഷമീർ കാണിച്ച് തന്നല്ലാത്തരാന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരാവശ്യവുമില്ല. കാരണം ഹിഡൻ ഫോൾഡർ തുറന്ന് അതിനകത്ത് തൊപ്പിയും ഗേൾഫ്രണ്ടും നിൽക്കുന്ന ഫോട്ടോ സാധനങ്ങളൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലുള്ള തൊപ്പിക്ക് അടക്കം ഒരു ഇൻഡയറക്റ്റ് സാധനം കൊടുക്കുകയാണ്. ഇനി ഉണ്ട് കേട്ടോ.
മനസ്സിലായോ? ഒരു കൈൻഡ് ഓഫ് മറ്റേ വേവ്. ആ സാധനം ഇട്ട് ഞാൻ ഇന്നലെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് കൂടുതലായിട്ട് ഇവന്മാരുടെ മറ്റേ ഐറ്റം എടുത്ത് പുറത്തിടാൻ വേണ്ടിയിട്ട് തൊപ്പീനെ പ്രൊവോക്ക് ചെയ്ത് വിട്ടത്. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മളും വൈഫും അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ്, നമ്മളുടെ ഗേൾ ഫ്രണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു സാധനം ഇൻഡയറക്റ്റ്ലി ഒരുത്താൻ നമുക്ക് ഇട്ടിട്ട് ഒരു ത്രെട്ടനിങ് ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണോ എന്നൊരു സംശയം എനിക്ക്. അതും കൂടി ഒന്ന് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ തൊപ്പീനെ മറ്റേ സാധനങ്ങൾ എടുത്ത് പുറത്തിടാൻ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, മറ്റേ സാധനങ്ങൾ ഇത്രയും വ്യൂവർഷിപ്പിന് മുന്നിൽ ബ്ലർ ചെയ്തിട്ടാണെങ്കിലും കാണിച്ചതിനോട് ഞാനത് എൻഡോസ് ചെയ്യില്ല. ബിക്കോസ് അത് സീൻ പരിപാടിയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അതൊരു ഇനി മുന്നോട്ടുള്ള പലർക്കും ഈ സാധനങ്ങൾ എന്താ പറയുക, ഇനി ചെറിയ ഇത്ര പച്ചക്ക് ഇട്ടിട്ട് മാസം ഓടാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം പറഞ്ഞു വെക്കുന്ന പോലെ ഉണ്ട്. അത് ഈ ഒരു എൻവയോൺമെൻറ്റിന് ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ. എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈമിൽ ഐ ഹാവ് ദാറ്റ് മെച്യൂരിറ്റി. അത് ശരിയല്ല എന്ന് പറയാൻ മാത്രമുള്ളത്. ഓക്കെ, കുറച്ച് കാലം മുമ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഇത് മാസമാണ് ഇത് ഈ സാധനം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു. ബട്ട് ഈ ഒരു എൻവയോൺമെൻറ്റ് കുറച്ചുകൂടി ക്ലീൻ ആവണം സോഷ്യൽ മീഡിയ. കാരണം ഇനിയുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ഇല്ലെങ്കിൽ വിഷയമാണ്. ഓക്കെ, എൻറ്റയർ സിസ്റ്റം, സൈബർ സിസ്റ്റം തന്നെ സോഷ്യൽ മീഡിയയിലുള്ള നമുക്കെതിരെ തിരിയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ എക്സിസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനത്തേയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ഐറ്റം പോലെയാണ് ഇന്നലെ ഷമീറിൻ്റെയും മമ്മൂൻ്റെയൊക്കെ മറ്റേ സാധനം എടുത്തിട്ട് തൊപ്പി പുറത്തിട്ടത്. അതുകൊണ്ട് അത് എൻഡോസ് ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനം നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, ആ സാധനം എടുത്ത് പുറത്തിട്ടോട് കൂടിയിട്ട് ഇപ്പോൾ അവരുടെ നാണവും മാനവും ഇല്ലാത്തൊരവസ്ഥയിൽ പോയി, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പോയി ഐറ്റങ്ങൾ ഇനി എല്ലാം തകർന്ന് നാട്ടുകാർ മുന്നിൽ അയ്യോന്ന് പൊത്തോന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ടാൽ പുറത്ത് കണ്ട നാട്ടുകാർ കളിയാക്കി ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഐറ്റമായിട്ടിരിക്കുക. ഇനി അവർക്കൊന്നും പോകാനില്ല. അവന്മാരിൽ നിന്ന് ഇനി തിരിച്ച് തൊപ്പിക്ക് വരാനുള്ളത് എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷമീറിന് വന്നു. അന്ന് ഷമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആവണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലാ, ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല്, എല്ലാത്തിലും ഇവനെ കൊളാബ്, എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട്. ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഓൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കും. ആദ്യം തന്നെ ഇവൻ പറഞ്ഞ കളവിൽ നമുക്ക് തുടങ്ങാം. അതായത് ഇവൻ അത്രയും കാലം സ്ട്രീം ചെയ്ത് 3-4 ലക്ഷം രൂപ ഞാൻ എടുത്തു. ഓക്കെ, എൻ്റെ അക്കൗണ്ടിലേക്കാണ് 3-4 ലക്ഷം രൂപ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, 3-4 ലക്ഷം രൂപ ഇവൻ സ്ട്രീം ചെയ്യുന്നതിൻ്റെ പൈസ എൻ്റെ കയ്യിലാണ് വന്നുകൊണ്ടിരുന്നതെന്ന് ഓൻ പറഞ്ഞല്ലോ. അത് കളവാന്ന് ഇപ്പം തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാന്നല്ലോ, അല്ലേ? എന്നിട്ട് ഇവൻ കാണിക്കുകയും ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവൻ്റെ യൂട്യൂബായിട്ട് കണക്ട് ചെയ്തതിൻ്റെ എന്തോ ഒരു സാധനം പി സിയിൽ ഇവൻ കാണിക്കുകയും ചെയ്തു, അല്ലേ? ഇത്ര വരെ ഓക്കെ ആണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവൻ 0 എന്ന് യൂട്യൂബിൽ തുടങ്ങുന്നത് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്, ഇവന് ഭയങ്കര ഈഗോ ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, ഒരു 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, എത്രയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 80K 90K എത്രയാണ് എനിക്ക് ഓർമ്മയില്ല, 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ സെക്കൻഡ് ചാനൽ പേര് മാറ്റിയിട്ട് ഞാൻ ഷമീറിന് കൊടുത്തു. അതിൽ എൻ്റെ അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്, അതിൽ എൻ്റെ ആഡ്സെൻസും എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഞാനിവന് കൊടുത്തു. ഓക്കെ, ഇവൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓൾറെഡി എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഒരു റവന്യൂ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ പ്രൂഫ് ഞാൻ ഇപ്പം കാണിക്കും. ഇവൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ട് കണക്ട് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചുതരാം. ഇവൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര പേയ്മെൻറ്റ് വന്നു എന്നെല്ലാം കാണാൻ പറ്റും. അതിൽ ഇവൻ യൂട്യൂബ് ലൈവ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ സെക്കൻഡ് ചാനലിൽ വന്ന പേയ്മെൻ്റ് ആയ എത്ര ഡോളറാണ് കാണിച്ചുതരാം. അതിവൻ കൺവേർട്ട് ചെയ്തു, അത് ഡേറ്റ് കാണിച്ചില്ല. എന്തൊരു പച്ചക്കള്ളനാലോചിക്കേ. തൊപ്പി ഈ പറഞ്ഞ സാധനങ്ങളിൽ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് റവന്യൂ വാങ്ങുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ. അപ്പോൾ എനിക്കിതിനകത്തുള്ള 1-2 ഡൗട്ട്സ് ഞാൻ പറയണേ. ഓക്കെ, ഷമീറിൻ്റെ ചാനൽ തുടങ്ങിയത് ഞാനിവിടെ വയ്ക്കാം. അതായത് ഷമീറിൻ്റെ ചാനൽ, അതായത് തൊപ്പിയുടെ ചാനൽ പേര് മാറ്റി ഷമീറിൻ്റെ പേരിലേക്ക് ആക്കിയിട്ട്
ഇവർ ഈ ഒരു ഷെമീറിനുള്ള സെറ്റപ്പ് തുടങ്ങുന്നത് 11 ഡിസംബറിലാണ് ഷെമീർ ന്യൂ ചാനൽ ഫസ്റ്റ് ലൈവ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, MRC ഷെമീർ ന്യൂ ചാനൽ ഫസ്റ്റ് ലൈവ് 11 ഡിസംബറിൽ. ഷെമീർ അതിന് ശേഷം ഒരുപാട് ലൈവ് വീഡിയോസ് അതിനകത്ത് ചെയ്തു. ആൻഡ് ഇന്നലെ ഷെമീർ ഇട്ട വീഡിയോനകത്ത് ഉണ്ടായിരുന്ന സ്ക്രീൻഷോട്ടിനകത്ത് 1 ഡിസംബർ ടു 31 ഡിസംബർ 2025, ജാനുവരി 1 ടു ജാനുവരി 31 2026, ഫെബ് 1 മുതൽ ഫെബ് 17 2026. ആ റവന്യൂ പോയിട്ടില്ല, കാരണം 21-ാം തീയതിക്ക് ശേഷമാണ് റവന്യൂ പോവാറ്. അപ്പോൾ ഇങ്ങനെ 3 മന്തിലെ റവന്യൂ. തൊപ്പി പറയുന്നത് അതിന് മുമ്പ് തൊപ്പിയുടെ ചാനലിൽ ഹോൾഡ് ആയിട്ടിരുന്ന പേയ്മെൻറ്റ്, അങ്ങനെ പേയ്മെൻറ്റ് ഹോൾഡ് ആവാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. $100 താഴെയാണെങ്കിൽ ഹോൾഡ് ആവും, $100 മുകളിലാണെങ്കിൽ ഹോൾഡ് ആവില്ല. കാരണം $100 ത്രഷോൾഡ്. $100 ആയി കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി 21-ാം തീയതി അത് ഏത് അക്കൗണ്ടാണോ കൊടുത്തത് ആ അക്കൗണ്ടിലേക്ക് ആ സാധനം പോകും. ഓക്കെ, അപ്പോൾ ഡിസംബർ 11-ാം തീയതി ലൈവ് തുടങ്ങിയ ഷെമീർ, അതിന് മുമ്പ് ആ ചാനലിൽ 10 ദിവസം, ഡിസംബർ 1 മുതൽ 10 ദിവസം വരെ ഏതെങ്കിലും വീഡിയോ ഇട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് ഡിസംബറിലെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ പ്രീവിയസ് വീഡിയോസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോളേഴ്സ് കൺവേർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരുന്നത്. ആ എമൗണ്ടിലേക്ക് 11-ാം തീയതി മുതൽ പിന്നെ ഡിസംബർ ലാസ്റ്റ് വരെ അതിൻ്റെ ആ ഒരു ത്രഷോൾഡ് സൈക്കിൾ ഫുള്ളാവുന്നത് വരെ, അത് 21-22 വരെ ഇവൻ ചെയ്തതിൻ്റെ ഒരു എമൗണ്ട് ആയിരിക്കണം അതിനകത്ത് വന്നിട്ടുണ്ടാവുക. ആ ഒരു എമൗണ്ട് ആയിരിക്കണം ഇവന് കയറിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇവൻ ഉണ്ടാക്കിയ ഒരു എമൗണ്ട് ഇതിനകത്ത് കാണിക്കുന്നത് $491, $325, $325. അതായത് ഡിസംബർ 491, അത് എനിക്ക് തോന്നി തൊപ്പിയുടെ പ്രീവിയസും കൂടി ചെറുത് എന്തെങ്കിലുമൊക്കെ ആഡായിട്ട് വേണം ഇത് വന്നിട്ടുണ്ടാവുക. ജാനുവരി 325, ഫെബിൽ വീണ്ടും $325. ഓക്കെ, ഇതൊക്കെ പാടെ കൂടി കൂട്ടിയ ഈ 3 മാസത്തിൽ തന്നെ ഏറെക്കുറെ ഒരു 1 ലക്ഷത്തിനടുത്ത്. ഓക്കെ, ഡോളറിൻ്റെ റേറ്റ് വെച്ചിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ടാക്സ് ഒക്കെ പിടിച്ച ഒരു 1 ലാഖിൻ്റെ അടുത്തുണ്ടാവും ഈ സാധനം. മേ ബി മോർ, മേ ബി ലെസ്. എന്താണെങ്കിൽ അതാണ് 1 ലാഖിൻ്റെ ആജുബാജു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള മാസം, ഇതിപ്പോൾ ഫെബ് വരെയുള്ള എൻ്റെ പേയ്മെൻറ്റ്, മാർച്ച് ഏപ്രിൽ വരെ ഇഫ് ഐ എം നോട്ട് റോങ് ഇതിനകത്ത് ലൈവ് കാണുന്നുണ്ടായിരുന്നു ഷെമീറിനത്. സോ എഗെയിൻ നിങ്ങളൊരു $400 ഒരു റൗണ്ട് വെച്ചോ, 400 × 95 93 വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വീണ്ടും ഇതിലേക്ക് എന്ത് കയറി, ഒരു ഏറെക്കുറെ ഒരു 1 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് കയറി. ഓക്കെ, അപ്പോൾ എല്ലാം കൂടിയും കൂട്ടുമ്പോൾ ഒരു $2, 2 അല്ലെങ്കിൽ 2-ൽ എന്തെങ്കിലും കൂടുതൽ ഈ ഒരു എമൗണ്ട് ആയിരിക്കണം ആ ഒരു ചാനലിൽ നിന്ന് ഷെമീറിൻ്റെ ലൈവ് വഴി തൊപ്പിയുടെ അക്കൗണ്ടിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു എമൗണ്ട്. ഈ 3 ലക്ഷം 4 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഷെമീറിൻ്റെ ഒരു എക്സാജുറേഷൻ ആയിരിക്കണം. പക്ഷേ ലക്ഷങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല. യൂട്യൂബിൽ നിന്ന് റവന്യൂ വന്നിട്ടുണ്ട്, നോട്ട് ദാറ്റ്, യൂട്യൂബിൽ നിന്ന് റവന്യൂ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കൊടുത്ത അക്കൗണ്ട് തൊപ്പിയുടെ അക്കൗണ്ട് തന്നെയാണെന്നുള്ളത് തൊപ്പി ഇന്നലെ ഇട്ട സ്ക്രീൻഷോട്ടിനകത്ത് നിന്ന് വളരെ വ്യക്തമാണ്. കാരണം തൊപ്പിയുടെ അക്കൗണ്ട് നമ്പർ അതിൽ വളരെ വിസിബിളാണ്, ലാസ്റ്റ് 2811. ഷെമീർ ഇട്ട സ്ക്രീൻഷോട്ടിനകത്തും അത് 2811 തന്നെയാണ് ലാസ്റ്റ് കിടക്കുന്നത് ആഡ്സെൻസിൽ. അപ്പോൾ അത് ആ സെയിം അക്കൗണ്ടിൽ തന്നെയാണ് ആ പൈസ കയറിയിട്ടുള്ളത്. ഇനി തൊപ്പി പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, വൺ ഓഫ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതിൽ ഈ ഷെമീറിൻ്റെ ഇത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെ ഷെമീർ യൂട്യൂബിൽ അക്കൗണ്ട് കാണിച്ചല്ലോ, അതിൽ അക്കൗണ്ട് നമ്പർ നോക്കിയാൽ ഈ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, ഈ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ വന്നെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓൻ ലൈവ് ചെയ്ത 3-4 ലക്ഷം രൂപ എൻ്റെയിലേക്ക് വന്നെന്നാണ് ഓൻ പറഞ്ഞത്. ഓക്കെ, ഈ അക്കൗണ്ട് ഇത് വേണമെങ്കിൽ നാളെ ശരത്ത് ലൈവ് ചെയ്യുമ്പോൾ താഴെ ഞാൻ പിൻ ചെയ്തിട്ട് വല്ല PDF ആയിട്ട് ഇപ്പം ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയാണ്. ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫയലോ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഡെപ്പോസിറ്റ്, ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന പൈസകൾ കാണിക്കുക. ഓക്കെ, ഓക്കെ, ഈ $486. ഓക്കെ, ഒരു $486, അതായത് 43,000 രൂപ ഒരു പ്രാവശ്യം. പിന്നെ ഞാൻ പറഞ്ഞുതരാം, 29,000. ഓക്കെ, ഈ 11,000 യൂട്യൂബിൻ്റെ അല്ല, മാസ്റ്റർ ക്ലാസ്. ഇത് സ്ട്രീമിങ്ങിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴ്സ് വാങ്ങിയിട്ട് തിരിച്ച് റീഫണ്ട് കിട്ടിയ പൈസയാണ്. ഓക്കെ, ഈ 10,000 വേറെന്താ UPI മുഹമ്മദോ, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് വേറെന്താണ് യൂട്യൂബിൻ്റെ വന്ന പൈസ ഇതിൽ അങ്ങനെ തന്നെ കാണിക്കും, ഡോളറായിട്ട് കാണിക്കും. ഓക്കെ, ഇതാ ഈ 29,000 ഇപ്പുറത്ത് USD 324 എന്ന് കാണാം. ഈ 43,000 വന്ന സ്ഥലത്ത് USD 486 എന്ന് കാണാം. ഓക്കെ, അതല്ലാണ്ട് ഈ 2 പൈസയാണ് എൻ്റെ ഇതിലേക്ക് വന്നത് അല്ലേ. ഇതാ ഇത്രയേ ഉള്ളൂ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ,
ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഒരു അക്കൗണ്ടായത്. ഒരു അക്കൗണ്ടാണ് ഇത്. ഇതിൽ വന്ന് 2 പേയ്മെൻറ്റ് മാത്രം. അപ്പോൾ ഡിസംബറും ജനുവരിയും മാത്രം. ഈ $400 $400 സംതിങ് എന്ന് പറയുമ്പോൾ 40 സംതിങ്ങും, $300 എന്ന് പറയുമ്പോൾ എഗെയിൻ ഒരു 10-30,000 അടുത്തുള്ളൊരു പൈസ. ഈ 2 പൈസ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് തൊപ്പി സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പറയുന്നത്. അപ്പോൾ ബാക്കി മാസങ്ങളിൽ ഷമീർ ചെയ്ത ലൈവിനകത്ത് മോണിറ്റൈസേഷൻ ഓണല്ലേ. ഫെബ്രുവരിയിൽ എഗെയിൻ ഒരു $300 സംതിങ് കണ്ടു. അപ്പോൾ $100 മുകളിലാണ്. അത് ത്രഷോൾഡ് ഫില്ലാണ്. ആ പൈസ അപ്പോൾ അക്കൗണ്ടിൽ കയറിയിട്ടില്ലേ ഒരു ഡൗട്ടാണ്. പിന്നത്തെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ യൂട്യൂബിൻ്റെ വീഡിയോ റവന്യൂ മാത്രമല്ലല്ലോ ഉള്ളത്. ഇവർക്ക് മറ്റേ സൂപ്പർ ചാറ്റ് പരിപാടി, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മറ്റേ കോഡ് വെച്ചിട്ട് അതിലേക്ക് ഡൊണേഷൻ പരിപാടി, ഇങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. ഇതൊക്കെ ഈ അക്കൗണ്ടിലല്ലേ കയറുക. അതോ അതിന് സമീർ വേറെ അക്കൗണ്ട് എടുത്ത് അയക്കി കയറ്റിയോ? സ്റ്റിൽ ദാറ്റ് പാർട്ട് ഈസ് വെരി കൺഫ്യൂസിങ് ഫോർ മീ. ഇതിപ്പോൾ യൂട്യൂബിനായിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് റവന്യൂ പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഡൗട്ടുകളാണ്. പബ്ലിക്കിന് ചിലപ്പോൾ യൂട്യൂബായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്ക് ചിലപ്പോൾ കൺവിൻസ് ആവാൻ ഈ സാധനങ്ങൾ മതിയായിരിക്കും. ഇത് ഈ യൂട്യൂബിൻ്റെ ഈ സാധനം കാണിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടുമ്പോൾ ക്രെഡിബിളാണെന്ന് തോന്നിയിട്ട് ക്രെഡിബിളാണ്. അത് ക്രിയേറ്റ് ചെയ്ത സാധനമൊന്നുമില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത തൊപ്പിയകത്താണ്. പക്ഷെ ഇതല്ല, ഇത് ഒറിജിനൽ സാധനം കാണിച്ചു. ബട്ട് കാണിച്ചതിൽ ആകെ 2 ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കി എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ബാക്കിയാണ്. കാരണം മറ്റവൻ ഏകദേശം ഏപ്രിൽ ഒക്കെ വരെ ലൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മോണിറ്റൈസേഷൻ ഓൺ ആക്കാതെയാണോ ലൈവ് ചെയ്തത്? മോണിറ്റൈസേഷൻ കിട്ടാഞ്ഞിട്ടാണോ അതിനകത്ത്? അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളുണ്ട്. പിന്നെ ഈ ഡൊണേഷനും സൂപ്പർ ചാറ്റും ഈ സാധനങ്ങളൊന്നും വന്നില്ലേ അതിനകത്ത്? അങ്ങനത്തെയൊക്കെ ഡൗട്ട് അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെല്ലാം ആത്മഹത്യ ചെയ്താലും എനിക്ക് അറിയണ്ട. അത്രയും എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തു വിടും. ഞാൻ പുറത്ത് വിടണ്ടെന്ന് വിചാരിച്ച കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പുറത്തു വിടും. അല്ലെങ്കിൽ നമ്പർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കിയാൽ എങ്ങനെയും ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവർ ഇതിൽ വന്ന ഈ 46,000 രൂപ, ഓക്കെ, 46,000 എത്രയത്? 40 ആ പൈസ, ആ 40 ചില്ലറ 1000 ഉറുപ്പ്യ എൻ്റെ അതായത് ഓൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടാവും. അത് ഓൺ ലൈവ് ചെയ്ത ഡേറ്റ് ക്രോസ് ചെക്ക് ചെയ്താൽ അത് ക്ലിയർ ആവും. ഓക്കെ, അത് ഓൻ്റെ ലൈവിൽ നിങ്ങൾ ചോദിക്കണം ഗൈസ്, അത് നിങ്ങൾ ചോദിക്കണം. ലൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കണം. ആ യൂട്യൂബ് അക്കൗണ്ട് എടുത്ത് യൂട്യൂബിൻ്റെ ആഡ്സെൻസ് അതിൻ്റെ പേയ്മെൻറ്റ് വന്ന ഹിസ്റ്ററിയോ നോക്കിയിട്ട് ഈ പൈസ ആരതിൽ ഓൺ ലൈവ് ചെയ്തതിൻ്റെ പൈസ ആണോ അതോ മുന്നേ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ടായ പൈസ ആണോ നിങ്ങൾ ചോദിക്കണം. ഇതാണ് എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ. പിന്നെ രണ്ടാമത് വന്ന് 29,000 രൂപ. ഇത് ഇവൻ്റെ അക്കൗണ്ടിലേക്ക്, ഇവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ യൂട്യൂബ് കണക്ട് ചെയ്യുന്നതിന് മുന്നേ വന്ന ആ ഒരു ചെറിയ പേയ്മെൻറ്റ് 29,000 രൂപ. അത് മാത്രമാണ് എൻ്റെ ഇതിലേക്ക് വന്നത്. 29,000ത്തിൻ്റെ തൊലി. ഇത് ഇവൻ്റെ കയ്യിൽ ഞാൻ എറിഞ്ഞു കൊടുത്ത പൈസയാണ്. ഓക്കെ, അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നതാണ്. മനസ്സിലാ, അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്ന പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിക്കാത്തവന്മാരാ. മനസ്സിലാ, 3 എണ്ണത്തിന്, ഷമീർ മാത്രമല്ല, ഷമീറിനെ മാത്രം ഞാൻ ഒരിക്കലും ഇതാക്കൂല. 3 എണ്ണം പിശാചുക്കളാണ്. ഓക്കെ, 3 എണ്ണത്തിൻ്റെയും റിയൽ കോണം ഞാൻ മൊത്തം ഈ ലൈവ് തീരുന്നതിന് മുമ്പ് കാണിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു പോർഷനിൽ എനിക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തൊപ്പി പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ഷമീർ അക്കൗണ്ട് എടുത്ത് ലൈവ് ചെയ്യാൻ തുടങ്ങി. 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഷമീറിൻ്റെ പേരിലേക്ക് ആഡ്സൻസ് മാറ്റുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന എമൗണ്ടിന് ചിലപ്പോൾ കച്ചറ ഉണ്ടായപ്പോഴായിരിക്കണം ഈ $400 $325 വീണ്ടും ഒരു $325 ഈ സാധനങ്ങൾ ചിലപ്പോൾ തൊപ്പിയുടെ അക്കൗണ്ടിൽ വന്ന സാധനം ഇവൻ ചോദിച്ചിരിക്കാം. ഓക്കെ, അതിനുശേഷമുള്ള എമൗണ്ടുകൾ ഇപ്പോൾ മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിൽ ഇതൊന്നും ഷമീറിൻ്റെ അക്കൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ ആ ആഡ്സൻസിൽ അക്കൗണ്ട് മാറ്റിയാൽ മതി, അതിലേക്ക് പോകും. പക്ഷെ തൊപ്പി പറഞ്ഞ പോലെ ഒരു 29,000 മറ്റവൻ ഇട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യം കാണിച്ച $400 അതിൽ തൊപ്പി ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ക്ലാഷ് ഉണ്ടായപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഞാനും കൂടി എൻ്റെ അക്കൗണ്ടിനകത്ത് വന്ന് കിടക്കുന്നത് $100 ആവാതെ കിടക്കുന്നത് ചിലപ്പോൾ $80 ആവാം, $90 ആവാം. മനസ്സിലായോ? അപ്പോൾ ഈ ഷമീർ ലൈവ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു $250 അല്ലെങ്കിൽ ഒരു $300 ഉണ്ടാവുള്ളൂ, $310 ആയിരിക്കാം. ഈ 90 കൂടി ആഡ് ആകുമ്പോഴാവും 420 ആവുക. മനസ്സിലായോ? അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇവർ അടിയായ സമയത്ത് എല്ലാത്തിനും നക്കാപ്പിച്ച കാശിനൊക്കെ അടിനാക്കി കച്ചറണ്ടാക്കിയിട്ടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനകത്ത് അങ്ങനത്തെ ടെക്നിക്കൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അത് എനിക്കിട്ട ഞാൻ ഈ സാധനങ്ങൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് റവന്യൂ ആവുന്ന ആളായതുകൊണ്ടുള്ള ഡൗട്ട്സാണ് ഞാനാ ചോദിച്ചത്. എഗെയിൻ ഞാൻ പറയുന്നു, നോർമൽ ഓഡിയൻസിന് ഇത് കൺവിൻസിങ് ആവണം. കാരണം നിങ്ങൾക്കത് ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഷമീർ ഇങ്ങനെ പൈസ 4 ലക്ഷം 3 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു, അത്രയില്ല. ഓബിയസ്ലി അത് 4 ലക്ഷം എങ്ങനെ ആവുക എന്ന് ഞാൻ ചിന്തിച്ചു പോയി. 3-4 ലക്ഷം ആവില്ല, ഏറിപ്പോയാൽ. ഇതിൻ്റെ കണക്ക് വെച്ചിട്ട്, ആഡ്സൻസ് കണക്ക് വെച്ചിട്ടൊരു നമ്മൾ ഒരു അപ്രോക്സ് കൂട്ടിയാൽ ഒരു 2-2.5 ലക്ഷം. ബാക്കി ഇനിയിപ്പോൾ ഈ ഡൊണേഷനും സൂപ്പർ ചാറ്റും വഴി ഇനി കയറി 4 ലക്ഷം ആവും എന്നുള്ളത് ഉറപ്പില്ല. കാരണം ഞാൻ ഈ സൂപ്പർ ചാറ്റോ ഡൊണേഷനൊന്നും കിട്ടാത്തതോ വാങ്ങാത്തതോ ആയിട്ടുള്ള എനിക്ക് താല്പര്യമില്ല. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും പച്ചടിച്ച് കിട്ടിയ പൈസ കിട്ടി ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അതൊരു സ്റ്റിൽ
ടെക്നിക്കലി യൂട്യൂബർ എന്നുള്ളത് എനിക്കത് കൺഫ്യൂസിങ് ആണ്. പക്ഷേ പബ്ലിക്കിന് അത് ഓക്കെ ആയിരിക്കും. ഇവർ 3 പേരും ഇവിടുന്ന് പോകാൻ കാരണം ഇവർ 3 പേരല്ല, ഇവർ 4-5 പേരുണ്ട്. അഖിലിനടക്കം ഇവിടുത്തെ എഡിറ്ററിനടക്കം അവർ പൈസ കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്താൽ, നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷമാണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അമ്മമാർക്കുണ്ട്. ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് എന്താ അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദിൽ, ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞാൻ ഓനെ അബ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നാളെ ഇറക്കൂന്നാ പറയുന്നത്. ഇതുവരെ അത് ഇറക്കിയില്ല, അത് ഇറക്കൂന്നാ പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് അവർക്ക് ജാസി ഇന്നലെ പറഞ്ഞിട്ടില്ല, ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ പോനെ, ജീവിതത്തിൽ നീ ഒന്ന് മരിക്കുന്നവർ ഒന്നെങ്കിൽ നീ എല്ലാം തൂങ്ങിച്ചാവണം. ആദിലിനെ വെച്ച് കേസ് പോക്സോ കേസ്, ആദിൽ 18 വയസ്സായിട്ടില്ലല്ലോ, കേസ് സ്ട്രോങ് ആണെന്നല്ലോ. മമ്മൂനെ വെച്ച് ചെയ്ത് അത്ര ഇത് ഇമ്പാക്ട് കിട്ടൂല, ചിലപ്പം കേസ് ഇതായി പോവും. ആദിൽ 18 വയസ്സായിട്ടല്ലോ, പോക്സോ അല്ലേ, പോക്സോ കേസിൽ നിന്നെ പെടുത്തും. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഇപ്പോൾ 3000 സംതിങ് ഓഡിയോ ഉണ്ടെന്ന് പറഞ്ഞത്, ആ ഓഡിയോയിലൊക്കെ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു പ്ലാനിങ് തൊപ്പിക്കെതിരെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവന്മാർ ഇത് വേറൊരാളോട് പറഞ്ഞിട്ട് അത് തൊപ്പിയിലേക്ക് എത്തിയതാണെങ്കിൽ ആ പറഞ്ഞ ഹിയർസെ ആരുടെ അടുത്താണോ പറഞ്ഞ അയാൾ അങ്ങനത്തെ ഒരു പ്രൂഫ് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ഒന്നാമത്തെ വിഷയം, ഈ വള്ളി കേസുകളൊക്കെ വീട്ടിലേക്ക് പാവങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നു എന്നാണ് തൊപ്പി പറയുന്നത്. പക്ഷേ തൊപ്പിക്ക് ആവശ്യമുണ്ടായിരുന്ന കാറ്റഗറി ഓഫ് ആളുകൾ ഇങ്ങനത്തെ പാവങ്ങളായിരുന്നു. അവരുടെ നീഡാണ് ഇവിടെ നിൽക്കുക എന്നുള്ളത്. തൊപ്പി അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, ആ നീഡിന് വേണ്ടവരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ തൊപ്പിയുടെ തിങ്സ്. അതൊന്നും എന്താ പറയുക, റൈറ്റ് ഓർ റോങ് ഒന്നും ഞാൻ പറയില്ല. ബട്ട് ബാക്ക് ഫയർ ആയപ്പോൾ, കട്ടപ്പ എഫക്റ്റിൽ തിരിച്ച് കിട്ടിയപ്പോൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടല്ലോ റോങ് സെലക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഈ ആദിലിൻ്റെ സീൻ അത്ര എന്താ പറയുക സിമ്പിളായിട്ട് തള്ളിക്കളയേണ്ടതോ, അല്ലെങ്കിൽ ഇപ്പോൾ തൊപ്പി ഇവന്മാർ ത്രട്ടൻ ചെയ്തു, ഇതൊക്കെ തൊപ്പിക്ക് കേസായിട്ട് പോലും പോകാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ തൊപ്പി കേസായിട്ട് പോയി കഴിഞ്ഞാൽ ആദിൽ അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് ആദിലിനിപ്പോൾ അവന്മാർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നുണയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു സാധനം പോയി ഇട്ട് കൊടുത്താൽ തൊപ്പി വിടും. പിന്നെ ആ വീട്ടിനകത്ത് ഈ 18 വയസ്സിൻ്റെ താഴെയുള്ളവനുള്ളപ്പോഴാണ് ആണും പരിപാടി, അതിനൊപ്പം ലഹരിയുടെ പരിപാടി. ഇതൊക്കെ അറിഞ്ഞ് 3 മാസം അല്ലെങ്കിൽ അതിന് മുമ്പ് അറിഞ്ഞവർ മിണ്ടാതിരിക്കുന്നു. അടി ഉണ്ടായപ്പോൾ പുറത്ത് വരണ്. ഇപ്പോഴും 18 വയസ്സിൽ താഴെയുള്ള ആദിലോടെ ഉണ്ട്. മനസ്സിലായോ? സീൻ മാറും. ഗ്യാങ് ലീഡർ തൊപ്പിയാ. അപ്പോൾ അതൊക്കെ വിഷയ ഐറ്റമാണത്. ഇതൊക്കെ ഡീൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മെച്ചുവറായിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ ശരിയാണ്. ഇവന്മാർ തൊപ്പീനെ പെടുത്താൻ നോക്കി എന്നുള്ളൊരു സാധനം തൊപ്പിക്ക് മനസ്സിലാവുന്നത് എങ്ങനെയെന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. ഒരു സോഴ്സ് വേണം. ഈ 3000 സംതിങ് ഓഡിയോ എന്നാണോ ഇത് മനസ്സിലായേ? ഇപ്പോൾ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, തൊപ്പീനെ ഉറക്കത്തിൽ കൊല്ലാൻ നോക്കി, വിഷം വെച്ച് കൊല്ലാൻ നോക്കി, അതിനുശേഷം ആദിലിനെ കൊണ്ടൊരു സാധനം ട്രാപ്പ്, മമ്മൂനെ കൊണ്ടൊരു ട്രാപ്പ്. ഇതിൻ്റെ വഴി എവിടുന്നാ? ഇതെങ്ങനെ തൊപ്പിക്ക് കിട്ടി? ആര് പറഞ്ഞു കിട്ടി? ഇവർ ഡയറക്റ്റിൽ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ലീക്ക് വോയിസ് കിട്ടിയോ? അല്ലെങ്കിൽ കിട്ടിയ ഫോണിനകത്ത് ഈ സാധനങ്ങളുണ്ടോ? അതല്ലേ ഇതിനകത്തെ വൈറ്റലായിട്ടുള്ള പ്രൂഫുകൾ വെക്കേണ്ടത്. അത് വന്നിട്ടില്ല. ദാറ്റ് വാസ് മിസ്സിങ്. ഇവർ ഒരാഴ്ച മുമ്പ് എനിക്ക് അയച്ച ഓടിയാണ്, ഷമീർ അയച്ച ഓടിയാണ്. നീ അത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ 2-3 ദിവസമായി കിക്കിൽ ലൈവ് ചെയ്യുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. ലൈവിൽ ഒരു 2 മണിക്കൂർ ലൈവ് ചെയ്താ ഈ കിക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ, ഒരാൾക്ക് കിട്ടാൻ പോകുന്ന പൈസ 25,000 ഉറുപ്പ്യാണ് 2 മണിക്കൂറിൽ. അത് 4-5 മണിക്കൂർ കൂടുമ്പോൾ 30,000 35,000 ഉറുപ്പ്യ കിട്ടും. 2K വാച്ചിങ്ങില്ല എന്ന് ഞാൻ പറയുന്നത് ആലോചിക്കണം. അപ്പോൾ ഒരു മാസം 2K വാച്ചിങ്ങിൽ 3-4 മണിക്കൂർ ലൈവ് ചെയ്താൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ 30-35 ലക്ഷം ഉറുപ്പ്യാണ് ഒരു മാസം. മനസ്സിലായോ? എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ ഓക്കെ, സ്ക്രിപ്റ്റും എയും ഈ ലൈവ് തീരുന്നവരെ വന്നോട്ടെ, ഇതെങ്ങനെയാടാ ആകുന്നത്? വെച്ച് അങ്ങനെ ഇവന്റെ സൗണ്ട് ഓക്കെ. ഷമീറിന് ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് തൊപ്പിക്ക് നന്നായിട്ട് അറിയാം. അതായത് പൈസയാണ്, ഫെയിമാണ്. മനസ്സിലായോ? ഇത് തൊപ്പിക്കും അറിയാം. തൊപ്പീൻ്റെ ആവശ്യം അത് തന്നെയാണ്, ഇന്ത്യ ആവശ്യം അത് തന്നെയാണ്. ഇന്നലെ തൊപ്പിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിനക്ക് വ്യൂവർഷിപ്പ് മതിയില്ലോ, പിന്നെ അനക്കെന്ത് ചെയ്യുമ്പോൾ തണ്ടിയാ വേണ്ടിയിരുന്നത്? സീരിയസ്ലി മാൻ, ഞാനത് ആലോചിച്ച് നോക്കുന്നത്. ഇത് ഒരാൾ വേറൊരാളെ വിളിച്ചിട്ട് പറയാം, ഓ നിനക്ക് നമ്മളെ
എന്തിനാ ഒരാളെ സൈഡ് നിൽക്കേണ്ട ആവശ്യം ഇതിനകത്ത്? എനിക്ക് തോന്നിയത് എനിക്ക് പറയാം, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നി, എനിക്ക് സപ്പോർട്ട് ചെയ്യാം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എനിക്ക് വ്യൂവർഷിപ്പും എനിക്ക് അരിയാണ്. മനസ്സിലായി? ഞാൻ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളത് തുറന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ മറ്റേ എന്തോ നന്മയെ പൂഞ്ഞുള്ള സാധനം. എനിക്ക് തോന്നുന്നത് ഈ ബ്ലണ്ടായിട്ടെല്ലാം വിളിച്ചു പറയുന്നതുകൊണ്ടാണ് നാട്ടുകാർ ഒരുമാതിരി ട്രോളും ഹെയ്റ്റൊക്കെ അടിച്ച് തരുന്നതെന്നാണ്. സീരിയസ്ലി മാൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോണിറ്റൈസേഷൻ ഓണാക്കി, മിഡ് ആഡ് സെറ്റ് ചെയ്ത്, ഇത്രയും ലെങ്ത്തിൽ വീഡിയോ ഇട്ട്, ഇപ്പോൾ എനിക്ക് കുറേ ട്രോള് വന്നിട്ടുണ്ട്. യൂറോപ്പ് പോയിട്ട് മരി വാങ്ങുന്ന ഏജൻറ്റിനെ ഊക്കി വിടുന്ന സ്നേഹം എന്ന് പറഞ്ഞിട്ട്. യെസ്, അല്ല ട്രോൾ ഉണ്ടാക്കണവൻ്റെ തന്തേനെ തന്ന കൊടുന്നില്ല എനിക്ക് കാശ്. അല്ല ഞാൻ അറിയാൻ പാടില്ല വേണ്ടി ചോദിക്കുക. ഞാൻ ഉണ്ടാക്കുന്ന കാശ് ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ ട്രോൾ ഉണ്ടാക്കണവൻ്റെ വാപ്പാൻ്റെ വാപ്പ കൊടുന്നിരുന്നില്ലല്ലോ മുമ്പാൻ വേണ്ടിയിട്ട്. അതങ്ങനെ കുറേ മലരുകൾ. കാരണം എന്താ, ഫേസ്ബുക്കിൽ ഇപ്പോഴത്തെ സാധനം എന്താ, ഒരു പോസ്റ്റ് പോലെ ട്രോൾ ഇട്ട് കഴിഞ്ഞാൽ അതിനടിയിൽ എന്ത് വരും? ഡോളർ കയറും. വീഡിയോ ഉണ്ടാക്കിയിട്ട് മെനക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ആ സ്കീം. ട്രോളന്മാർ കുറേ, മലരന്മാർ, അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. പിന്നെ അത് തൊപ്പീൻ്റെ ആയിട്ടുള്ള കുറച്ച് ഗ്യാങ്ങിൽ നിന്ന് വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ വ്യൂ മുമ്പാനും ഈ പറഞ്ഞ പൈസ കിട്ടാനും തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്നതിൽ അത്യാവശ്യം എത്തിക്സ് ഉണ്ട്. എനിക്ക് നാളെ 4 ആൾ മുന്നിൽ എനിക്കെതിരെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു സാധനമോ ഇല്ല എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ചെയ്യുന്നതിൽ ശരിയുണ്ട് എന്നുള്ളതുകൊണ്ട് ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എനിക്ക് ഒരാൾ ഭാഗം നിൽക്കേണ്ടതോ അല്ലെങ്കിൽ ഒരാളെ വൈറ്റ് വാഷ് അടിക്കേണ്ടതോ കാര്യം എനിക്കില്ല. റൈറ്റാ തോന്നിയ റൈറ്റ് എന്ന് പറയും, റോങ് ആണ് റോങ് എന്ന് തന്നെ പറയും. ഓക്കെ. പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിൽ, ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ദാറ്റ് ഷുഡ് ബി എ ഫ്രണ്ട്ഷിപ്പ്. അത് ഫ്രണ്ട്ഷിപ്പ് ആവണം, അത് ഫ്രണ്ട്ഷിപ്പ് തന്നെ ആവണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധനമുണ്ട്. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ ഇല്ലാത്തടത്ത് വൈ ഷുഡായി? ആ മൂഡ് തന്നെയാണ് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞ് പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി. പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നീയായിട്ടുള്ള ഇഷ്യൂ വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത്രയും അമർച്ചമുണ്ട്. ഇവനെന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എടാ, അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയില്ല. ഇത് വീഡിയോ കാണിക്കാം. ഞാൻ പറയുന്നത് ചാവട്ടെ, എല്ലാ എണ്ണവും ചാവട്ടെ. മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, സാമാനവും ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ, കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്ത് വെച്ചതാണ്. ഇതാരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അല്ലല്ല, ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓമെന്ന് പറയട്ടെ, ഇത് ഞാനല്ല, ആ ബ്ലർ ചെയ്ത് വേറെ ആയിരുന്നു മുഖം എന്ന് പറയട്ടെ. അപ്പം ഞാൻ മുഖം ബ്ലറില്ലാത്ത ഞാൻ ഇതാക്കാം. അതാരായിരിക്കും? ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ഞാൻ ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നയാടാ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. അതിൻ്റെ ബാക്കി ഒരു സാധനം ഉണ്ട് മോനെ. അതിൻ്റെ ബാക്കി ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഇവിടെ മതിയോ? ബ്ലർ മതിയോ അതോ ബ്ലർ ഇല്ലാത്തതാണോ? ഇവിടെ ബ്ലർ ചെയ്തത്, ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ കാണാൻ പറ്റും. ബ്ലർ ചെയ്തത്, ഇത് ബ്ലർ ചെയ്യാത്തത്. ഇതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അവൻ്റെ മുഖം ഞങ്ങൾക്ക് കാണാം. ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ? ഇതിൻ്റെ ബാക്കി എന്താ അറിയോ? മമ്മു ബ്ലോ ചെയ്യുക ഇവൻ മമ്മുനെ കൊണ്ട് ഇവനെ ബ്ലോ ചെയ്യിപ്പിക്കുക. വേസ്റ്റ്. ഞാൻ വീഡിയോ പ്ലേ ചെയ്തില്ലല്ലോ. ഞാൻ തൊപ്പിയുടെ ഫേസ് മാത്രമാണ് വെച്ചത്. ഞാൻ പ്ലേ ചെയ്യില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരു വർഷം, ഓൾമോസ്റ്റ് ഒരു വർഷം മുമ്പ് ദർ വാസ് അനദർ സ്റ്റോറി. ഈ ലൂപ്പ്, ഞാൻ പല ലൂപ്പിനെ കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ലൂപ്പ് വീഡിയോനകത്തൊക്കെ അത് പോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് സ്വന്തം കുഴി കുഴിക്കുന്നതാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം തൊപ്പി ഈ സാധനം ചെയ്യും. കാരണം ഇത് നാളെ അവന്മാർക്ക് ഉൾട്ടടിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്കീമിലേക്ക് ഇട്ട് കൊടുക്കരുത് ഒരിക്കലും. കാരണം തൊപ്പീനെ അവന്മാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ
തൊപ്പി ഈ സാധനം ഇങ്ങനൊരു സാധനം ഇടുമ്പോൾ ഇവന്മാർ ഏത് രീതിക്കും പോവാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെന്നുള്ള തൊപ്പിക്ക് നന്നായിട്ട് അറിയാലോ. അറിയാത്ത പ്രശ്നമില്ല. ഇപ്പം നന്നായിട്ട് അറിയാം. ഇവന്മാർ ഈ ലെവലിലും പോകും. ആ ലെവലിൽ പോകുന്ന ഇവന്മാർ നാളെ ഇതിനൊരു കൗണ്ടർ വേറെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഹൗ യു വിൽ ഡിഫെൻഡ്? അതെനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഭയങ്കര വേസ്റ്റ് ആവും ഈ സാധനം മൊത്തം. ഇപ്പം ഈ സാധനം എടുത്തിട്ടോട് കൂടിയിട്ട് ഈ സാധനം ഉണ്ടല്ലോ, സീരിയസ്ലി മാൻ, ഇത് മറ്റേ ഫയൽസിനേക്കാൾ വലിയ ഫയലാവും ഈ സാധനം. പിന്നെ എഗെയിൻ ഞാൻ പറയുന്നു, ഇത്രയും ലഹരിയുടെ സാധനങ്ങൾ അറിഞ്ഞിട്ടും കണ്ടിട്ടും ഇപ്പോൾ അടിയുണ്ടായപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് കൈയടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാർ പോകുമ്പോൾ നമ്മൾ റോങ് ആയിട്ട് അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവരെ മാറ്റാൻ നോക്കണം. നടന്നില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് ഇട്ട് കൊടുക്കണം. അല്ല വേറെ വഴിയില്ല. ഞാനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാം. സീക്രട്ടായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത ആളവരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല വഴിയില്ല, അവർ നന്നാവാൻ വേറെ വഴിയില്ല നമുക്ക് മനസ്സിലാവുമ്പോൾ രക്ഷയില്ല. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് തൂഫാൻ എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇവന്മാരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യിക്കണം. ഇത് എവിടുന്ന് കിട്ടുന്നു, ആര് കൊണ്ടുവരുന്നു? പിന്നെ 18 വയസ്സിന് താഴെയുള്ള ഒരു ചെക്കുള്ള വീടുമാണ്. ഞാൻ അവനിലേക്ക് എന്തെത്തി എന്നുള്ളതും കൂടി ഒരു സംശയമാണ്. ഇത് ചില്ലറ ഗ്രാവിറ്റിയിൽ നിൽക്കുന്ന ഒരു ഐറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു എസ്കലേഷൻ, ഇനി ഷമീർ ഇതിനിടയിൽ വന്നിട്ട് ഹനാൻ ഷാ എന്ന് പറഞ്ഞു, പിന്നെ നന്നായിട്ട് കൺവിൻസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഈ തൊപ്പീൻ്റെ ലൈവ് നടക്കുമ്പോൾ ഷമീർ ലൈവ് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വന്തം കൈ പിടിച്ചിരിക്കുന്നതും വേറെ ഒരുത്താൻ മറ്റേത് ചെയ്തു എന്ന് പറയുന്നതൊക്കെ കണ്ട ഒരാളെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് തൊപ്പിയിൽ സൂപ്പർ ചാറ്റ് ഇട്ടിട്ട് എന്ത് പറയുകയാണ്, നാളെ ഹനാൻ ഷാൻ്റെ സാധനം ഉണ്ട്, അല്ലെങ്കിൽ നീ കൺവിൻസ് ആക്കി പോയതല്ലേ, നാളെ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അതവൻ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇവന് എതിരുള്ള എന്തോ സാധനം മറ്റവൻ അവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് ഈ സാധനം അതല്ലേ എനിക്ക് കിട്ടുന്നതാ. ഷമീർ അവിടെ എന്ത് ചെയ്തിട്ടില്ല, അയ്യോ ഇൻ്റെത് വന്നല്ലോ പറഞ്ഞ് ഓടിയിട്ടില്ല. ഹീസ് ഓൾസോ പ്രിപ്പയറിങ് ഫോർ സംതിങ്. എന്തിനിതിൻ്റെ ആവശ്യം? സീരിയസ്ലി ഗൈസ്, എന്തിനാണ് തൊപ്പി ഈ സാധനം എടുത്തിട്ട് പുറത്തിട്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരുമാതിരി സ്വയം കുഴി കുത്തിയ അവസ്ഥയ്ക്ക് സാധനം പോകുമെന്നുള്ളൊരു സംശയം എനിക്ക്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ലെങ്തി കുറേ ആയി പോവും. ഇതിനിടയിൽ മുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും പറയും, എനിക്ക് ആ ഒരു ഗ്യാങ്ങിലും ഈ ഗ്രൂപ്പിലും ആ വീട്ടിലും ആകെ ട്രസ്റ്റുള്ള ഒരുത്തൻ ഈ മുന്നു മാത്രം, വേറെ ഒരുത്തനുമില്ല. ഞാനും മുനുവിന് ഒരിക്കലും ഇത് മാറ്റി പറയാൻ പറ്റില്ല. ഞാനും ഒരു 1.5 വർഷമായിട്ട് ഈ ഗ്യാങ് പൊളിയും, തകർക്കാൻ പോണത് ജാസിയാണ്. ഈ പറഞ്ഞ ഇവന് കുത്ത് കിട്ടും, ആർക്ക് തൊപ്പിക്ക്, മുനു ഒപ്പം നിൽക്കണം. അതേപോലെ ഓരോ വട്ടം തൊപ്പി ഓരോന്നിനും വിടുമ്പോഴും തൊപ്പി എന്നെ പറയാറോ എന്നെ അറിയിക്കാറോ ഇല്ല. പക്ഷെ ഞാനിവിടെ വന്ന് നിങ്ങൾക്ക് പറയുന്ന ഓരോ ഇൻഫർമേഷനും ഓരോ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ മുനു ആണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, തൊപ്പിക്ക് ഇനി നാളെ അവിടെ 4 ഇട്ടിട്ട് പോയാലും ഓൻ പോയില്ല. അതുകൊണ്ട് ഓനോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത്. എഗെയിൻ ഞാൻ പറയുന്നത്, ഒരു തൊപ്പിയോടുള്ള ട്രസ്റ്റും അല്ല, മുനവറിനോടുള്ള ട്രസ്റ്റാണ്. കാരണം മുനവർ എങ്ങനെയാണ് വളാഞ്ചേരി തൊപ്പീനെ രക്ഷിക്കാൻ വേണ്ടി ആ പോലീസ് സ്റ്റേഷനിൽ നിന്നതെന്നുള്ളത് അവിടെ അന്ന് ഞങ്ങൾ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. എന്താണ് മുനവർ നമുക്കറിയാമല്ലോ, ഒരാളെന്താണെന്നുള്ളത്, നല്ല ഫ്രണ്ട് ഏതാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മുനുവിനെയാണ് ട്രസ്റ്റ്. മുനു ഇതിൻ്റെ ഇടയിൽ സിനിമേൻ്റെ കാര്യം വന്ന് പറഞ്ഞു, ഇവന്മാർ സിനിമ സെറ്റിൽ വെച്ചിട്ട്, അതായത് വേറെ സാധനമുണ്ട്, ഇവന്മാർ സിനിമ സെറ്റിൽ വെച്ചിട്ട് ലഹരി ഉപയോഗിച്ചു എന്നുള്ള വലിയ കാസ്റ്റിംഗ് വിളിച്ചത് ആദ്യം മമ്മൂനിയും ആദിലിനെയാണ്. അതിൽ ജാസി എന്റെ കാല് പിടിച്ചിട്ട് റോള് തരാമെന്ന് വെച്ചിട്ട് ഞാൻ കാസ്റ്റിംഗിൽ ഇട്ട് കൊടുത്തത് ആദ്യത്തെ കാര്യമാണ്. അത് കാസ്റ്റിങ്ങിന് വന്നത് എനിക്കാണ്. എന്നിട്ട് ഞാനാന്ന് മമ്മൂനും ആദിലിനും നമ്മളെ ജാസിനെ എന്നിട്ട് അതിലില്ലാത്ത ജാസി എന്റെ കാല് പിടിച്ചിട്ട് ഞാനാന്ന് കുത്തി കയറ്റിയ പേയ്മെന്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ലാസ്റ്റ് സംസാരിച്ചിട്ട് അയാളെന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുക്കാന്നവരെ പറഞ്ഞതാണ്. എന്നിട്ട് ജാസി എന്താക്കിയത്, ഇവർ അതിൽ കയറ്റി ലാസ്റ്റ് അനക്കിട്ടാണ് പണി വന്നത്. ആടെ അവര് കഞ്ചാവ് ഉപയോഗിച്ചതിന് ഞാൻ ചോദ്യം ചെയ്തതിനാണ് എന്നെ പിടിച്ച് നിങ്ങൾക്ക് അത്ര തന്തയുണ്ടോന്ന് പറഞ്ഞിട്ട് എന്നോട് അടിയാക്കിയത്. എന്നിട്ടോ ആ പ്രശ്നങ്ങൾ മൊത്തം ഇപ്പോൾ ലാസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് ഇതായത് ഞാനല്ല കൊടുത്തിന് കാസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് പ്രൊഡ്യൂസറോട് സമാധാനം പറയേണ്ടി വന്നത്. 1.5 ലക്ഷം രൂപ കുത്തിപ്പിടിച്ചു വാങ്ങിയതോ. എഗെയിൻ ഞാൻ പറയുന്നു, ഇതൊന്നും ചെറിയ രീതിക്ക് ഇവിടുത്തെ സിസ്റ്റം എടുക്കരുത്. ഇവിടുത്തെ എക്സൈസും നർക്കോട്ടിക്സും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ സിനിമ സെറ്റ് കൃത്യമായിട്ട് അന്വേഷിക്കണം. അന്ന് ആ സെറ്റിൽ എന്താ നടന്നത്, അന്ന് അവിടെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഇവന്മാരാണ്, അതിൻ്റെ മുകളിൽ ഇവന്മാർ അലമ്പുണ്ടാക്കിയിട്ട് ഇവന്മാർ അകത്ത് പോട്ടെ, അകത്ത് പോകണം, ഇവന്മാർ പൊക്കണം. ആ ആദിലിനടക്കം വിളിച്ച് കൗൺസിലിംഗ് ചെയ്യണം. 18 വയസ്സിന് താഴെയാണെങ്കിൽ അവനെ വിളിച്ച് കൗൺസിലിംഗ് ചെയ്യണം. ഇന്ന ബാക്കി കാര്യങ്ങൾ പുറത്തു വരും.
ഇത് ചില്ലറ കേസായിട്ട് പോകേണ്ട ഐറ്റം അല്ല. ഇത് തൊപ്പിക്ക് 1 മാസമായിട്ട് കാണിച്ചു പോകേണ്ടതോ ഷമീറിന് 1 മാസമായിട്ട് കാണിച്ചു പോകേണ്ട ഐറ്റം അല്ല. സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി വേണം. ഈ സാധനത്തിൽ നിന്ന് വ്യൂവേഴ്സിന് സാധനങ്ങൾ ഇട്ട് കൊടുത്ത് കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ അതുപോലെ റെസ്പോൺസിബിലിറ്റി തിരിച്ചും കൊടുക്കണം. 100% കൊടുക്കണം എന്നില്ല, 10% കൊടുത്താൽ മതി. അതുപോലും ഇല്ലാത്തവന്മാർ പെടണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി കുറേ വോയിസുകളും കുറേ സാധനങ്ങളൊക്കെ ഇന്നലെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവും. എഗെയിൻ ഞാൻ പറയുന്നു, എനിക്ക് ജാസി എന്ന് പറഞ്ഞൊരു ഒറ്റ ഒരുത്തനാണ് ഇതിൻ്റെ പിന്നിലുള്ള കിങ് പിൻ എന്നാണ് തോന്നുന്നത്. ജാസിക്ക് എതിരെ എതിരെയല്ല, ജാസീനെ കൊണ്ട് വലഞ്ഞൊരു ഉസ്താദിൻ്റെ വോയിസ് ഞാൻ വേണമെങ്കിൽ പ്ലേ ചെയ്തിട്ട് ഈ സാധനം നിർത്താം. ഗുഡ് ഈവനിങ് സാർ, എൻ്റെ പേരെന്നാണ്. ഞാൻ കണ്ണൂരാണ് സ്ഥലം. ഞാൻ തൊപ്പീൻ്റെ പേരുള്ള ജാസിൻ്റെ വിഷയം മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് അന്ന് മുന്നോന് അതേപോലെ ആദിലിനൊക്കെ കണക്ട് ചെയ്തിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത്. അതിന് ശേഷം 1-2 വട്ടം എൻ്റെ പണി ആവശ്യങ്ങളല്ല, പണി പോലും പല കാരണങ്ങൾ ഓനെ കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓനും വേറൊരു ചങ്ങായും കൂടിയിട്ടാണ് എനിക്ക് പൈസ തരേണ്ടത്. ഇവന് 78,800 റുപ്യ എനിക്ക് സെഹദ് തരേണ്ടത്. സെഹദ് എന്നാണ് എൻ്റെ ശരിക്കും പേര്, ജാസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ എനിക്ക് പബ്ലിക്കിലോ ആരെ ബുദ്ധിമുട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിച്ചിട്ടോ ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ല. അന്നും ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഓനെ കിട്ടാൻ പറ്റി മാത്രമേ കോണ്ടാക്ട് ചെയ്തത്. എൻ്റെ വിഷമം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥേൻ്റെ മേലെ അവസ്ഥയാണ്. കാരണം ഞാനൊരു ഉസ്താദാണ്, അതുപോലെ ഒരു കമ്പനി വർക്ക് ചെയ്തതാണ്. കമ്പനി നല്ല വൃത്തിക്ക് പോകുന്നതാണ്. ആ ടൈമാണ് ഇവനെയും വേറൊരുത്തനെയും സഹായിച്ചിട്ട് കമ്പനിയുടെ സൈഡിൽ പണയം വെക്കുന്ന ഒരാളുടെ. കേട്ടല്ലോ, ഈ ഒരു ഉസ്താദ് എൻ്റെ മോനെ ഇയാൾ കരഞ്ഞു വിളിക്കുന്നു, എന്നോട് കരഞ്ഞു വിളിക്കുകയായിരുന്നു. ഞാനിത് മുനോറിനോട് പറഞ്ഞു, മുനോർ ജാസീനോട് പറഞ്ഞു. ഇയാൾ സെറ്റിലാക്കിയോ എനിക്കറിയില്ല. ഞാൻ ഇയാളെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും മെസ്സേജ് ഇട്ട് നോക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയോ ഈ പാവത്തിന്. ജാസി ഈസ് എ പ്രോപ്പർ സ്കാമർ. ഓക്കെ, സ്കാമറാണ്. അത് 100%. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പലരും എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഇന്നലെ പറയും, വീഡിയോ ഫുള്ള് കാണും, ജാസീൻ്റെ വീഡിയോ കാണും. എനിക്ക് ജാസീൻ്റെ ഒരു വേർഷനും കേൾക്കണ്ട. ഫോർ മീ ജാസി ഈസ് എ പ്രോ കള്ളൻ, പ്രോ അൾട്രാ പ്രോ മാക്സ് കള്ളൻ. ദാറ്റ്സ് ഇറ്റ്. ഈ ഗ്യാങ് തൊലഞ്ഞതിൽ ഞാനും മുനു, ഓക്കെ, മുനോർ ഇനി തൊപ്പിൻ്റെ ഒപ്പം ലൈവ് വരികയാണെങ്കിൽ മുനുവിനെ വേണമെങ്കിൽ അത് പറയാം. എഴുതി വെച്ച പോലെ ഞാൻ പറഞ്ഞതാ, ഇവൻ കള്ളനാ, ഇവനാ ഗ്രൂപ്പ് വിളിക്കും.